നമുക്കിന്ന് കല്യാണ പെണ്ണിനുള്ള പെട്ടി റെഡിയാക്കിയാലോ? അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഈ പെട്ടി സംഭവമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. നമുക്കിങ്ങനെ പുടവ തരൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവിടെ തന്നെ അവർ വീട്ടിൽ റെഡിയാക്കി വെക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടി റെഡിയാക്കണം പെണ്ണിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തലേദിവസം പുടവ കൊടുക്കാൻ പോകുമ്പോൾ പെട്ടിയും കൂടെ കൊടുക്കും. പെട്ടിയിൽ നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും വെക്കണം. നമുക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. നമ്മൾ കാരണന്മാരോട് ചോദിച്ചതുമില്ല. നമുക്കറിയണം, 1-2 ഫ്രണ്ട്സിൻ്റെ ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞതുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ച് അങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിച്ചതും പാക്ക് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ആദ്യം പെട്ടിയിൽ നമുക്കിത് പുടവ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ പെട്ടി. അപ്പോൾ ഈ പെട്ടിക്കകത്ത് നമ്മൾ വെച്ചത് വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സുകളാണ്. ആ കുട്ടിക്ക് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നർ ഗാർമെൻറ്റ്സും പിന്നെ സ്പ്രേ, പിന്നെ ഒരു ബോഡി വാഷ്, ഫേസ് വാഷ്, പിന്നെ ക്രീമുകൾ, കമ്മൽ, വള, മാല, പൊട്ട്, ചീർപ്പ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ മൈലാഞ്ചി, പിന്നെ വേറെ എന്താ സ്ലൈഡുകൾ, കുറച്ചധികം ക്ലിപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചത്. നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ, പിന്നെ എന്തായിരുന്നു കോമ്പാക്ട് പൗഡർ, അപ്പം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, കൺമഷി, അതൊക്കെ അങ്ങനെ ഒരുവിധം എല്ലാം വെച്ചാൽ. പിന്നെ മറക്കാണ്ട് വെച്ച സിന്ദൂരം, അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂചി, സേഫ്റ്റി പിന്ന്, അത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുട്ടിക്ക് ഇടാനുള്ള 1-2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചുരിദാറിൻ്റെ മെറ്റീരിയലുകളാണ് 1-2 എടുത്തത്. പിന്നെ അല്ലാണ്ട് ഒരു ടോപ്പ് പോലെ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് പിന്നെ വേറെ 1-2 ജീൻസ് അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെരുപ്പും കൂടെ വെച്ച് പെട്ടി അങ്ങോട്ട് അടച്ചു. എന്നിട്ട് പിന്നെ കുട്ടി രാവിലെ ഉടുക്കാനുള്ള സാരിയും അതിൻ്റെ ബ്ലൗസും, പിന്നെ മുല്ലപ്പൂവും, സിന്ദൂരം, പിന്നെ കണ്ണാടി, ഇതെല്ലാം കൂടി നമ്മൾ പുടവ കൊടുക്കണേൽ ഒരു ട്രേയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പെട്ടി ഇത്രയും വെച്ച് നമ്മൾ അടച്ചിട്ട് പിന്നെ നമ്മൾ കുട്ടിക്ക് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ കെട്ടണ സമയത്ത് ഉടുക്കാനുള്ള സാരിയും അതിൻ്റെ ബ്ലൗസും ബാക്കി സാധനങ്ങളെല്ലാം കൂടി നമ്മൾ ട്രേയിൽ വെച്ചിട്ട് അങ്ങനെ പുടവ കൊടുക്കുമ്പോൾ കൊടുക്കുകയാണ് ചെയ്തേട്ടാ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുല്ലപ്പൂവ്, വാൽക്കണ്ണാടി, പിന്നെ സിന്ദൂരം, ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ പുടവ കൊടുക്കുമ്പോൾ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ തലേദിവസം തന്നെ പോയി നമ്മളെല്ലാവരും കൂടി ഇത് കൊണ്ടു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ അന്ന് തന്നെയായിരുന്നു അവിടെ ഹൽദി. അപ്പോൾ നമ്മൾ ഹൽദിയും കൂടെയൊക്കെ കൂടി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे